എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ഫെബ്രുവരിയിൽ നടന്ന കേറ്റഡ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാറ്റഗറി 1 പാർട്ട് 1 സൈക്കോളജിയാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയട്ടെ, ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ, ഈ ഉസ്താദ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. LPSA, UPSA പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും കേറ്റഡ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും നിരന്തരമായി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന മുറക്ക് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ബെൽ ബട്ടൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതിൽ മനസ്സിന്റെ സൈക്കോ ഡൈനാമിക്സിന് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത് The theory that emphasizes the psychodynamics of mind in determining the personality of an individual is known as A. Psychosocial theory, B. Psychodynamic theory, C. Psychoanalytic theory, D. Trait theory. C ആണ് ഉത്തരം, സൈക്കോ അനലൈറ്റിക് തിയറി. എന്താണ് സൈക്കോ അനലൈറ്റിക് തിയറി? ആരാണ് സൈക്കോ അനലൈറ്റിക് തിയറിയുടെ ആവിഷ്കരിച്ചത്? ആരാണ്? ആരുടെ തിയറിയാണത്? അതിനെ പറ്റിയിട്ട് ചില അടിസ്ഥാന വിവരങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സൈക്കോ അനലൈറ്റിക് അപ്രോച്ച്, ഈ സമീപനം സ്വീകരിച്ചുകൊണ്ട് പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിച്ച വ്യക്തിയാണ് ഫ്രോയിഡ്. നമുക്കിനി ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം, സൈക്കോ അനലൈറ്റിക് തിയറി നമുക്ക് പരിശോധിക്കാം. ഫ്രോയിഡിന്റെ ഈ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്. ഒന്ന്, തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം. രണ്ടാമത്, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, വ്യക്തിത്വ ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തം. മൂന്നാമത്തത്, തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്, മനോലൈംഗിക വികസനത്തെ സംബന്ധിച്ച സിദ്ധാന്തം. ഇങ്ങനെ മൂന്നെണ്ണമുണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ. മൂന്ന് മുഖ്യ വിഭാഗങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ പറഞ്ഞത്, തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. രണ്ടാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ വികാസം നടക്കുന്നത് അടുത്തു നിന്നും ദൂരേക്കാണ്. താഴെ പറയുന്ന ഏത് വികാസ നിയമമാണ് ഈ വസ്തുത ശരിവെക്കുന്നത്? ഒരു വ്യക്തിയുടെ വികാസം നടക്കുന്നത് അടുത്തു നിന്നും ദൂരേക്കാണ്. താഴെ പറയുന്ന ഏത് വികാസ നിയമമാണ് ഈ വസ്തുത ശരിവെക്കുന്നത്? ഡെവലപ്മെന്റ് ഓഫ് an individual occurs from near to far region. Which of the following principles of development explain this fact? A. തുടർച്ചാ നിയമം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂയിറ്റി. ബി. വ്യക്തി വ്യത്യാസ നിയമം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. സി. സെഫലോ കോഡൽ നിയമം അഥവാ സെഫലോ കോഡൽ പ്രിൻസിപ്പിൾ. ഡി. പ്രോക്സിമോ ഡിസ്റ്റൽ നിയമം അഥവാ പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഡി ആണ് ശരിയായ ഉത്തരം, പ്രോക്സിമോ ഡിസ്റ്റൽ നിയമം അഥവാ പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് പിന്തുണയേകുന്ന ആക്ട്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് പിന്തുണയേകുന്ന ആക്ട് ഏതാണ്? The act that supports the right of differently abled persons is A. RTE Act, B. RTI Act, C. PWD Act, D. POCSO Act. C. PWD Act. PWD Act എന്നതാണ് ശരി. Persons with Disabilities Act. നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉള്ളതാണ്.
അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഈ നിയമം തീർച്ചയായും ഒരു അധ്യാപകൻ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതിന്റെ ചില വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു PWD ആക്ട് 1995. 1995 പേഴ്സൺസ് വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട്. 2016 ആ നിയമത്തെ ഒന്നുകൂടി വികസിപ്പിച്ചുകൊണ്ട് മറ്റൊരു നിയമം ഗവൺമെന്റ് നിർമ്മിക്കുകയുണ്ടായി, കേന്ദ്ര ഗവൺമെന്റ്. അതിന്റെ പേര് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട്. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട് അഥവാ RPW 2016. RPW 2016. എന്താണ് അതിന്റെ പ്രത്യേകതകൾ, അതിലെ വകുപ്പുകൾ എന്തെല്ലാമാണ്, അതെല്ലാം ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അത് വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. 2016 ഈ RPW ആക്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തത് എന്തെല്ലാമാണ് ഡിസാബിലിറ്റീസ് എന്നതിനെ വികസിപ്പിച്ചു എന്നതാണ്. ആദ്യം 7 ഡിസാബിലിറ്റീസിനെ മാത്രമേ നിയമം അംഗീകരിച്ചുള്ളൂ. എന്നാൽ അതിനെ വികസിപ്പിച്ചു. ഇപ്പൊ 21 ഡിസാബിലിറ്റീസിനെ ഈ നിയമം അംഗീകരിക്കുന്നു. അഥവാ അവർക്കൊക്കെ ആ 21 ഡിസാബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ നൽകാൻ തീരുമാനിച്ചു. അതാണ് ആ നിയമത്തിലെ ഒരു പ്രത്യേകത. രണ്ടാമതായിട്ട് 40% ഡിസാബിലിറ്റി ഉള്ള ആളുകൾക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ അനുവദിച്ചു നൽകുന്നു. ഏറ്റവും ചുരുങ്ങിയ 40% ഡിസാബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ആനുകൂല്യങ്ങൾക്ക് അർഹത നൽകി. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് അവരുടെ സംവരണ കോട്ട വർദ്ധിപ്പിച്ചു എന്നതാണ്. ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ അവർക്ക് 3% സംവരണം ഉണ്ടായിരുന്നത്, അത് 5% ഉയർത്തി. ഗവൺമെന്റ് ജോലികളിൽ 3% സംവരണം ഉണ്ടായിരുന്നത്, അത് 4% ഉയർത്തി. നാലാമതായിട്ട് ഈ RPW ആക്ട് 2016 പ്രത്യേകത, അതിൽ നിയമലംഘനങ്ങൾക്ക് പെനാൽറ്റി ഏർപ്പെടുത്തി എന്നതാണ്. ഈ നിയമം ലംഘിക്കുന്നവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ഈ നിയമം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 1995 ആക്ടിൽ ഈ പീനൽ പ്രൊവിഷൻസ് ഉണ്ടായിരുന്നില്ല. അഥവാ ഈ നിയമലംഘകർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല. 2016 ഈ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് ഓരോ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ കൃത്യമായിട്ട് പറഞ്ഞു. അഞ്ചാമതായിട്ട് ഈ നിയമത്തിൽ പറയുന്ന കാര്യമാണ്, ഈ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ലംഘിക്കുന്ന ആളുകൾ അവരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഓരോ ജില്ലയിലും സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കാൻ ഈ നിയമം വിഭാവന ചെയ്യുന്നു. അപ്പൊ 5 കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. ഡിസാബിലിറ്റീസ് 7 നിന്ന് 21 ഉയർത്തി. 21 ഡിസാബിലിറ്റീസിനെ ഗവൺമെന്റ് അംഗീകരിച്ചു. ചുരുങ്ങിയത് 40% ഡിസാബിലിറ്റീസ് ഉള്ളവർക്കെല്ലാം ബെനഫിറ്റുകൾ അനുവദിച്ചു. മൂന്നാമതായിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ജോലികളിലും സംവരണ കോട്ട വർദ്ധിപ്പിച്ചു. നാലാമതായിട്ട് പെനാൽറ്റി ഏർപ്പെടുത്തി. കുറ്റകൃത്യങ്ങൾ, ഈ നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾക്ക് പെനാൽറ്റി ഏർപ്പെടുത്തി. അഞ്ചാമതായിട്ട് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഓരോ ജില്ലയിലും സ്പെഷ്യൽ കോടതികൾ സ്ഥാപിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു 21 ഡിസാബിലിറ്റീസിനെ നിയമം വഴി അംഗീകരിച്ചു എന്ന്. മുമ്പ് അത് 7 ആയിരുന്നു, ഇപ്പൊ അത് 21 വികസിപ്പിച്ചു. ഏതെല്ലാമാണവ? അത് സംബന്ധമായ ചോദ്യങ്ങൾ ഉണ്ടാകാവുന്നതാണ്. പുതുതായിട്ട് ചേർത്ത ചിലതിനെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കണം. പ്രത്യേകിച്ചും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടവ. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസാബിലിറ്റി, സ്പെസിഫിക് ലേണിംഗ് ഡിസാബിലിറ്റീസ്, ഇവ വിദ്യാഭ്യാസവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവയാണ്. പ്രത്യേകം ഓർത്തു വെക്കുക. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസാബിലിറ്റി, സ്പെസിഫിക് ലേണിംഗ് ഡിസാബിലിറ്റീസ്. അതേപോലെ പുതുതായി ചേർത്ത മറ്റൊന്നാണ് ആസിഡ് അറ്റാക്ക് വിക്ടിം, ആസിഡ് ആക്രമണങ്ങൾക്ക് വിധേയനാകുന്ന വ്യക്തി. പിന്നെ 3 ബ്ലഡ് ഡിസോർഡറുകൾ, രക്തവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ ചേർത്തിരിക്കുന്നു. ഡിസാബിലിറ്റീസ് 3 താലസീമിയ, ഹീമോഫീലിയ, സിക്കിൾ സെൽ ഡിസീസ്. നമുക്കിത് മൊത്തം ഒന്ന് വായിച്ചു നോക്കാം, ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. ബ്ലൈൻഡ്നെസ്, ലോ വിഷൻ, ലെപ്രസി ക്യൂർഡ് പേഴ്സൺസ്, കുഷ്ഠരോഗം മാറിയ വ്യക്തികൾ, ലോക്കോമോട്ടർ
locomotor disability, dwarfism, intellectual disability, mental illness, cerebral palsy, specific learning disabilities, speech and language disability, hearing impairment, deaf and hard of hearing, muscular dystrophy, acid attack victim, Parkinson's disease, multiple sclerosis, thalassemia, hemophilia, sickle cell disease, autism spectrum disorder, chronic neurological conditions, multiple disabilities including deaf blindness. ഇവ പലതവണ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇവയിൽ ഏതാണ് ഈ ഡിസാബിലിറ്റീസിന്റെ ഗണത്തിൽ ഉൾപ്പെട്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നാലാമത്തെ ചോദ്യം, ക്ലാസ്സിൽ എല്ലായ്പ്പോഴും ആൺകുട്ടികളാണ് നേതാവാകേണ്ടത് എന്ന വിശ്വാസത്തെ പറയാവുന്നത്. ക്ലാസ്സിൽ എല്ലായ്പ്പോഴും ആൺകുട്ടികളാണ് നേതാവാകേണ്ടത് എന്ന വിശ്വാസത്തെ പറയാവുന്നത് The belief that boys should always become leaders in the class can be considered as gender role, B. gender stereotype, C. gender identity, D. gender discrimination. B ആണ് ഉത്തരം, gender stereotype. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? Which among the following is the most suitable strategy that suits the needs of slow learners? A. പ്രയാസങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടി കഠിന പ്രവൃത്തികൾ നൽകുക. Give them more complex tasks to cope up with difficulty. B. അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ മാത്രം നൽകുക. Give them only those tasks which they are capable of performing. C. ദീർഘമായ ഏകാഗ്രതയും പരിശ്രമവും വേണ്ടി വരുന്ന പ്രവൃത്തികൾ നൽകുക. Give them those tasks which require sustained concentration and effort. D. അവർക്ക് കൂടുതൽ ഗ്രഹപാഠം നൽകുക. Give them more homework. B ആണ് ഉത്തരം, അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ മാത്രം നൽകുക. Give them only those tasks which they are capable of performing. B ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം, ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ വിശദീകരിച്ചതാര്? ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ വിശദീകരിച്ചതാര്? Who among the following studied the emotional development of infants? Albert Bandura, Catherine Bridges, Ivan Pavlov, William Wundt. B ആണ് ഉത്തരം, കാതറിൻ ബ്രിഡ്ജസ്. കാതറിൻ ബ്രിഡ്ജസ് നടത്തിയ പഠനം എന്തായിരുന്നു? അതിൽ അവർ കണ്ടെത്തിയത് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് ചെറിയ രൂപത്തിൽ പരിശോധിക്കാം. ഈ മനുഷ്യനിൽ ഈ വൈകാരിക വികസനം എങ്ങനെയാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി പല ശാസ്ത്രജ്ഞന്മാരും പലവിധ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കുട്ടികളിൽ എങ്ങനെയാണ് ഈ വികാരങ്ങൾ വികസിച്ചു വരുന്നത്? അപ്പൊ അക്കൂട്ടത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങളിൽ ഒന്നാണ് കാതറൈൻ ബ്രിഡ്ജസ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള പഠനം. കാതറൈൻ ബ്രിഡ്ജസ് അവർ നടത്തിയ പഠനം നവജാത ശിശു അഥവാ ഇന്ന് ജനിച്ച ശിശു മുതൽ 24 മാസം പ്രായമായ കുട്ടി വരെയുള്ളവരെ നിരീക്ഷിച്ചുകൊണ്ടാണ് കാതറിൻ ബ്രിഡ്ജസ് ഒരു പഠനം നടത്തിയിട്ടുള്ളത്. ആ പഠനത്തെക്കുറിച്ച് നമ്മളൊന്ന് ചില കാര്യങ്ങൾ, ആ പഠനത്തിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാതറിൻ ബ്രിഡ്ജസ് നടത്തിയുള്ള പഠനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാർട്ടിലൂടെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും മുകളിൽ ബർത്ത് എന്ന് എഴുതിയത് കാണാം, അതിന് നേരെ എക്സൈറ്റ്മെന്റ് എന്ന് എഴുതിയത് കാണാം. അതായത് ജനിക്കുന്ന നേരത്ത് കുട്ടിക്ക് ആകെക്കൂടിയുള്ള ഒരു വികാരം എക്സൈറ്റ്മെന്റ് മാത്രമാണ്. എന്നാൽ 3 മാസമാകുമ്പോൾ അത് വികസിച്ചു. എക്സൈറ്റ്മെന്റിനോടൊപ്പം തന്നെ ഡിസ്ട്രസ്, ഡിലൈറ്റ് എന്നീ വികാരങ്ങൾ കൂടി ഉണ്ടായിത്തീരുന്നു.
6 മാസമാകുമ്പോൾ ഈ ഡിസ്ട്രസ്, എക്സൈറ്റ്മെന്റ്, ഡിലൈറ്റ് എന്നതോടൊപ്പം തന്നെ ഫിയർ, ഡിസ്ഗസ്റ്റ്, ആങ്കർ ഈ വികാരങ്ങൾ കൂടി ഉണ്ടായിത്തീരും 6 മാസമാകുമ്പോൾ. 12 മാസമാകുമ്പോൾ ആ വികാരങ്ങൾ വീണ്ടും വികസിക്കുന്നു. ഡിസ്ട്രസ്, എക്സൈറ്റ്മെന്റ്, ഡിലൈറ്റ് എന്നിവ ഉള്ളതോടൊപ്പം തന്നെ ഫിയറും ഡിസ്ഗസ്റ്റും ആങ്കറും ഉള്ളതോടൊപ്പം തന്നെ മറ്റ് 2 വികാരങ്ങൾ, ഇലേഷൻ, അഫെക്ഷൻ എന്നീ വികാരങ്ങൾ കൂടി ഉണ്ടായിത്തീരുകയാണ്. 18 മാസമാകുമ്പോൾ വീണ്ടും ആ വികാരങ്ങൾ വികാസം പ്രാപിക്കുകയാണ്. അതിലേക്ക് ജലസി, അഫെക്ഷൻ ഫോർ അഡൽട്സ്, അഫെക്ഷൻ ഫോർ ചിൽഡ്രൻ, ഈ അഫെക്ഷൻ എന്ന് തന്നെ 2ആയിട്ട് വേർതിരിയുകയാണ്. 24 മാസം കഴിയുമ്പോൾ ഇതോടൊപ്പം തന്നെ ജോയ് എന്ന ഒരു വികാരം കൂടി ഉണ്ടായിത്തീരുന്നു. അപ്പൊ ഇങ്ങനെ കുട്ടികളുടെ വികാരങ്ങൾ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാതറിൻ ബ്രിഡ്ജസ് അവരുടെ പഠനത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. 7ാമത്തെ ചോദ്യം, അധ്യാപന വേളയിൽ ഗെയിമുകളും കളികളും ഉപയോഗിക്കുന്ന ഒരു അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? ഇഫ് എ ടീച്ചർ യൂസസ് ഗെയിംസ് ആൻഡ് പ്ലേസ് വൈൽ ടീച്ചിങ്, ഹി ഈസ് യൂസിങ് എ ബാഹ്യ അഭിപ്രേരണ അഥവാ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ബി ആന്തരിക അഭിപ്രേരണ അഥവാ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, സി ആന്തരിക അഭിപ്രേരണയോ ബാഹ്യ അഭിപ്രേരണയോ അല്ല, നൈദർ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ നോർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ഡി ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും കൂടി ചേർന്ന്, ബോത്ത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ബി ആണ് ഉത്തരം, ആന്തരിക അഭിപ്രേരണ അഥവാ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ആ അധ്യാപകൻ ഗെയിമുകളും കളികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് കുട്ടികളുടെ ആന്തരിക അഭിപ്രേരണയാണ് അഥവാ ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. എന്താണ് ആന്തരിക അഭിപ്രേരണ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ? അതോടൊപ്പം തന്നെ ബാഹ്യ അഭിപ്രേരണ എന്നും നമ്മൾ കണ്ടല്ലോ. എന്താണ് ഈ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ലളിതമായിട്ടൊന്ന് പരിശോധിക്കാം. മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണയെ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അത് പല തരത്തിലുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്നാണ് ആന്തരികമായ അഭിപ്രേരണ. അത് നൈസർഗികമായ അഭിപ്രേരണ എന്നും പറയും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. മറ്റൊന്നാണ് ബാഹ്യമായ അഭിപ്രേരണ, കൃത്രിമമായ അഭിപ്രേരണ എന്നും പറയും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. നമുക്ക് ഇവയെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇൻട്രിൻസിക് മോട്ടിവേഷൻ, അത് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്കത് പറയാം. ഒരു കളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷന് ഉദാഹരണമാണ്. കാരണം അയാൾ എന്തുകൊണ്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്? അതിന് കാരണം എന്താ? അയാൾ പ്രകൃതിയെ അതിൽ തൽപരനാണ്. അയാൾക്ക് ഫുട്ബോൾ കളിക്കുന്നത് വഴി വല്ലാത്തൊരു സംതൃപ്തി കിട്ടുന്നു. അതുകൊണ്ടാണ് അയാൾ ഫുട്ബോൾ കളിക്കുന്നത്. ഇതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. അത് അയാളുടെ നൈസർഗിക വാസനകൾ, ത്വരകൾ, പ്രേരണകൾ ഇതുവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആന്തരികമായ ഈ അഭിപ്രേരണ നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്ന കാര്യം, ചുരുക്കി പറയുകയാണെങ്കിൽ, പരപ്രേരണ കൂടാതെ തന്നെ, മറ്റുള്ളവരുടെ ഒരുവിധ പ്രേരണയും ഇല്ലാതെ തന്നെ അയാളിൽ ശ്രദ്ധയും താല്പര്യവും ഉണ്ടാക്കുന്നു. ആ ശ്രദ്ധയും താല്പര്യവും ആ കളി അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ ഒടുക്കം വരെ നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. മറ്റുള്ളവരുടെ എന്തെങ്കിലും സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടോ മറ്റുള്ളവരെ ഒന്നുമല്ല, ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന താല്പര്യം കാരണത്താലാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാഹ്യാഭിപ്രേരണയെ അഥവാ എക്സ്ട്രിൻസിക് മോട്ടിവേഷനെ പരിശോധിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ബാലരമ വായിക്കുന്നു. അതുവഴി കുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ബാലരമ വായിച്ച് ആസ്വദിക്കുക എന്നതാണ് കുട്ടി ഉദ്ദേശിക്കുന്നത്. അതിനെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് പറയുക. ആ ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ തന്നെ കുട്ടി സംതൃപ്തി കൈവരിക്കുന്നു. എന്നാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷനെ കുറിച്ചാണല്ലോ നമ്മൾ ഇപ്പോൾ പറയുന്നത്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി ഒരു പുസ്തകം വായിക്കുന്നു, പക്ഷേ ആ പുസ്തകം വായിക്കുന്നത് വഴിയല്ല കുട്ടിക്ക് സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്നത്. കുട്ടി പുസ്തകം വായിക്കുന്നത് പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ടൊരു പുസ്തകം വായിക്കുന്നത് ബാഹ്യാഭിപ്രേരണക്ക് ഉദാഹരണമാണ്. കുട്ടിക്ക് അവിടെ സംതൃപ്തി കിട്ടണമെങ്കിൽ പുസ്തകം വായിച്ചു തീരുന്നതോടുകൂടി കുട്ടിക്ക് സംതൃപ്തി ഉണ്ടാവില്ല.
കുട്ടിക്ക് ആ പരീക്ഷയിൽ വിജയിച്ചാൽ മാത്രമേ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. അതായത് കുട്ടി പഠിക്കുന്നത് ആ പുസ്തകം പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ബാഹ്യമായ ഏതോ ഒരു പ്രതിഫലം നേടാൻ വേണ്ടിയിട്ടാണ്. അതിനെയാണ് ബാഹ്യാഭിപ്രേരണ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ആന്തരിക അഭിപ്രേരണയിൽ സ്വാഭാവികമായ ഒരു ആവേശവും ഉത്തേജനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ബാഹ്യാഭിപ്രേരണയേക്കാൾ മെച്ചപ്പെട്ട ഫലം നൽകുന്നത്. പഠനത്തോട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരിൽ ആന്തരികമായ അഭിപ്രേരണയാണ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. പഠനത്തോട് അനുകൂലമായ ഒരു മനോഭാവം കുട്ടികളെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതുവഴി അവരിൽ ആന്തരികമായ അഭിപ്രേരണ വളർത്താൻ നമുക്ക് കഴിയും. 8ാമത്തെ ചോദ്യം, വിജയിയായ ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് എ സക്സസ്ഫുൾ ടീച്ചർ ഓൾവേസ് ട്രൈസ് ടു എ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക, ടീച്ച് വാട്ട് എവർ ഹി നോസ്. ബി സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുക, ഡിപ്പെൻഡ് മോർ ഓൺ ടെക്നോളജിക്കൽ സപ്പോർട്ട്. സി കുട്ടികളുടെ നിലവാരമനുസരിച്ച് പഠിപ്പിക്കുക, ടീച്ച് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റുഡൻസ്. ഡി കുട്ടികൾക്ക് ക്രമമായി മൂല്യനിർണ്ണയം നടത്തുക, കണ്ടക്ട് പീരിയോഡിക് ഇവാലുവേഷൻ ടു സ്റ്റുഡൻസ്. സി ആണ് ഉത്തരം, കുട്ടികളുടെ നിലവാരമനുസരിച്ച് പഠിപ്പിക്കുക, ടീച്ച് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ നിലവാരമനുസരിച്ച് പഠിപ്പിക്കുക, അതാണ് വിജയിയായ ഒരു അധ്യാപകൻ എപ്പോഴും ശ്രമിക്കുന്നത്, അതിനു വേണ്ടിയായിരിക്കും. 9ാമത്തെ ചോദ്യം, അധ്യാപനത്തിലെ ഏറ്റവും അനുയോജ്യമായ ക്രമം ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സീക്വൻസ് ഇൻ ടീച്ചിങ് ഈസ് അധ്യാപനം, ആസൂത്രണം, റിഫ്ലക്ഷൻ, ഫീഡ്ബാക്ക്. റിഫ്ലക്ഷൻ, അധ്യാപനം, ആസൂത്രണം, ഫീഡ്ബാക്ക്. ഇതിങ്ങനെ ഈ 4 കാര്യങ്ങൾ ഇങ്ങനെ പരസ്പരം മാറി മാറി കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഡി ആണ് ഉത്തരം. ആസൂത്രണം, അധ്യാപനം, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ. പ്ലാനിങ്, ടീച്ചിങ്, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ. ഡി ആണ് ഉത്തരം. ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. പ്ലാനിങ്, ടീച്ചിങ്, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ. 10ാമത്തെ ചോദ്യം, അഭിപ്രേരണയുടെ ആവശ്യകതാ സിദ്ധാന്തമനുസരിച്ച് താഴെ പറയുന്നവയിൽ പോരായ്മ ആവശ്യം ഏത്? അഭിപ്രേരണയുടെ ആവശ്യകതാ സിദ്ധാന്തമനുസരിച്ച് താഴെ പറയുന്നവയിൽ പോരായ്മ ആവശ്യം ഏത്? According to need theory of motivation, which of the following needs represents deficiency need? എ വൈജ്ഞാനികപരമായ ആവശ്യം, കോഗ്നിറ്റീവ് നീഡ്. ബി സൗന്ദര്യ ആസ്വാദനപരമായ ആവശ്യം അഥവാ ആസ്തെറ്റിക് നീഡ്. സി ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഡി സുരക്ഷിതത്വ ആവശ്യം അഥവാ സേഫ്റ്റി നീഡ്. ഇതിൽ ശരിയായ ഉത്തരം ഡി ആണ്, സേഫ്റ്റി നീഡ്, സുരക്ഷിതത്വ ആവശ്യം. ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അഭിപ്രേരണയുടെ ആവശ്യകതാ സിദ്ധാന്തത്തെ കുറിച്ചാണ്, അഥവാ നീഡ് തിയറി ഓഫ് മോട്ടിവേഷൻ. അത് പലർക്കും പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതിന്റെ തന്നെ സൂക്ഷ്മമായ ഒരു വിവരമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പ്രയാസപ്പെട്ടവർ ഉണ്ടായേക്കാം. അബ്രഹാം മാസ്ലോവിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ച് തന്നെ നീഡ് തിയറി ഓഫ് മോട്ടിവേഷൻ എന്നും പറയാറുണ്ട്, അഥവാ അഭിപ്രേരണയുടെ ആവശ്യകതാ സിദ്ധാന്തം എന്നും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഇതിനെ അദ്ദേഹം രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ബീയിങ് നീഡ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് നീഡ്സ് എന്നും ഡെഫിഷ്യൻസി നീഡ്സ് എന്നും. ബി നീഡ്സ്, ഡി നീഡ്സ് എന്നിങ്ങനെ രണ്ടായിട്ട് വേർതിരിച്ചു. ചുരുക്കിയിട്ട് അങ്ങനെയാണ് പറയുക, ബി നീഡ്സ്, ഡി നീഡ്സ്. ഡെഫിഷ്യൻസി നീഡ്സ്, ഇപ്പൊ ഈ ചോദിച്ചിരിക്കുന്നത് ഡെഫിഷ്യൻസി നീഡ്സിൽ പെട്ടത് ഏതാണ് എന്നാണ് ചോദിച്ചത്. സേഫ്റ്റി എന്നാണ് നമ്മൾ ഉത്തരം എഴുതിയിരിക്കുന്നത്.
ഇവിടെ ഈ ഡെഫിഷ്യൻസി നീഡ്സ് എന്നത് ഏതൊക്കെയാണ്? ആദ്യത്തെ 4 ഏറ്റവും അടിയിലുള്ള 4 ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്സ്, ലവ് ഓർ ബിലോങ്ങിങ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്. ഇതിനെയാണ് ഈ 4 ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലുള്ള സെൽഫ് ആക്ച്വലൈസേഷനെ ബി നീഡ്സ് അഥവാ ഗ്രോത്ത് നീഡ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്? അതൊരു ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ എന്നാണല്ലോ. അഥവാ ഈ ആവശ്യങ്ങൾ ഉണ്ടാവുന്നത് ഒരു കാര്യം ഇല്ലാതാവുമ്പോഴാണ്. എത്ര കാലം അത് ഇല്ലാതാവുമോ അത്രയും അത് നേടിയെടുക്കാനുള്ള മോട്ടിവേഷൻ കൂടി വരികയാണ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ, ഭക്ഷണം, ഒരാൾക്ക് വിശക്കുന്നു. ആ വിശപ്പ് എത്ര നേരം അയാൾക്ക് വിശപ്പ് സഹിക്കേണ്ടി വരുന്നുവോ അത്രയും അയാൾക്ക് അത് കിട്ടാനുള്ള, ഭക്ഷണം കിട്ടാനുള്ള മോട്ടിവേഷൻ കൂടി വരികയാണ് ചെയ്യുക. അതോടൊപ്പം അതിന്റെ ഒരു പ്രത്യേകത, എപ്പോഴാ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നുവോ അപ്പോൾ മോട്ടിവേഷൻ കുറയും. മോട്ടിവേഷൻ ഡിക്രീസസ് ആസ് നീഡ്സ് ആർ മെറ്റ്. അതാണ് ഒരു സൈഡിൽ എഴുതിയിരിക്കുന്നത്. അത് ആവശ്യം നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ മോട്ടിവേഷൻ ഇല്ലാതാവുന്നു. എന്നാൽ ഗ്രോത്ത് നീഡ്സിന്റെ പ്രത്യേകത അങ്ങനെയല്ല. അത് മോട്ടിവേഷൻ ഇൻക്രീസസ് ആൻഡ് നീഡ്സ് ആർ മെറ്റ്. അത് നേടിയെടുക്കുന്നതിനനുസരിച്ച് വീണ്ടും മോട്ടിവേഷൻ കൂടുകയാണ് ചെയ്യുക. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, ആ ഗണത്തിൽപ്പെട്ടതാണ്. നമ്മൾ വായിച്ച ചോദ്യത്തിൽ എ ആയിട്ട് നൽകിയിരിക്കുന്നത് കൊഗ്നിറ്റീവ് നീഡ് അഥവാ വൈജ്ഞാനികപരമായ ആവശ്യം എന്നാണ്. ബി ആയി നൽകിയിരിക്കുന്നത് ആസ്തെറ്റിക് നീഡ് അഥവാ സൗന്ദര്യ ആസ്വാദനപരമായ ആവശ്യം എന്നാണ്. നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന ഹൈറാർക്കി ഓഫ് നീഡിൽ അത് രണ്ടും നമുക്ക് കാണാൻ സാധിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത് ഈ ഓപ്ഷനായി നൽകിയിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ ചിലർക്ക് സംശയം ഉണ്ടാവാം. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുന്നത് നല്ലതുമാണ്. അബ്രഹാം മാസ്ലോവിന്റെ 5 സ്റ്റേജ് മോഡലാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അദ്ദേഹത്തിന്റെ 8 സ്റ്റേജ് മോഡലാണ്. 1970കളിലാണ് അദ്ദേഹം ഈ 8 സ്റ്റേജ് മോഡൽ ഉണ്ടാക്കിയത്. ഇതിന് 8 തട്ടുകളുണ്ട്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്സ്, ബിലോങ്ങിങ് ആൻഡ് ലവ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്, കൊഗ്നിറ്റീവ് നീഡ്സ്, ആസ്തെറ്റിക് നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ, പിന്നെ ട്രാൻസെൻഡൻസ്. അങ്ങനെ 8 സ്റ്റേജുകൾ അദ്ദേഹം 1970കളിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ 4 ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ള 4 ഗ്രോത്ത് നീഡ്സ് അല്ലെങ്കിൽ ബി നീഡ്സ് എന്ന് പറയുന്നത്.